നമ്മൾ പോകുന്നത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം മുന്നിൽ കണ്ട് പത്തനംതിട്ട കോഴഞ്ചേരി പാലം അപ്രോച്ച് റോഡ് ഉദ്ഘാടനം 2 മണിക്കൂർ നേരത്തെയാക്കി. കുറച്ച് സമയമേ ഉള്ളൂ, അപ്പൊ അതിനുള്ളിൽ തീർക്കണം. മന്ത്രി വീണ ജോർജ് ആണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. നോക്കൂ, 3:43 സമയം. അതെ, പ്രവീൺ, പെട്ടെന്ന് എങ്ങനെയാ ഉദ്ഘാടനം? എത്തിയോ അവരൊക്കെ? സംഭവിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയും. വീണ ജോർജിന്റെ കഴുത്തിലെ കോളർ മാറ്റിയിട്ടുണ്ട്. അവർ പൂർണ്ണ ആരോഗ്യവതിയായി ഉദ്ഘാടന ചടങ്ങിലേക്ക് എത്തിയിരിക്കുകയാണ്. പക്ഷേ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വാദ്യമേളമൊക്കെ ഒരുക്കിയിട്ടുണ്ട്. വളരെ കൗതുകകരമായ കാഴ്ചയാണ്. ഇനി 15 മിനിറ്റ് മാത്രമാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് അവശേഷിക്കുന്നത്. അതിനിടയിൽ ഈ പാലത്തിന്റെ അപ്രോച്ച് റോഡ് ഉദ്ഘാടനം, അതായത് 5 മണിക്ക് ഉദ്ഘാടനം ചെയ്തിരുന്നെങ്കിൽ നമ്മൾ ആരും വാർത്ത കൊടുക്കില്ലായിരുന്നു. 2 മണിക്കൂർ മുൻപേ ഉദ്ഘാടനം ചെയ്ത് സ്പെഷ്യൽ കവറേജ്. പത്തനംതിട്ട കോഴഞ്ചേരി പാലം അപ്രോച്ച് റോഡാണ്. പ്രവീൺ, പാലമാണോ അപ്രോച്ച് റോഡാണോ തീരുമാനമായോ? അതെ, വിനീത, പത്തനംതിട്ട ആറന്മുള നിയമസഭാ മണ്ഡലത്തിൽ ഉദ്ഘാടനങ്ങളുടെ പെരുമഴയാണ്. ഇപ്പോൾ അപ്രോച്ച് റോഡ് ഭാഗത്തേക്ക് മന്ത്രി വീണ ജോർജ് എത്തി. പക്ഷേ ഇവിടെ ഇപ്പോൾ ഉദ്ഘാടനം നടക്കുന്ന ഒരു KSRTC ബസ് സർവീസിൻ്റെയാണ്. പത്തനംതിട്ട കോടഞ്ചേരിയിൽ നിന്നും ഉളനാട്ടിലേക്ക് പോകുന്ന ഫാസ്റ്റ് പാസഞ്ചർ KSRTC ബസിന്റെ സർവീസിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നു. അത് ഈ പാലത്തിന്റെ അപ്രോച്ച് റോഡിൽ നിന്നുമാണ് അതിന്റെ സർവീസ് ആരംഭിക്കുന്നത്. അപ്പോൾ അതിന്റെ ഉദ്ഘാടനം മന്ത്രി വീണ ജോർജ് ഇപ്പോൾ നടത്തുന്നു. അതിനുശേഷമായിരിക്കും കോഴഞ്ചേരി സമാന്തര പാലത്തിന്റെ അപ്രോച്ച് റോഡിന്റെ ഉദ്ഘാടനം മന്ത്രി നിർവഹിക്കുക. ഇപ്പോൾ നമുക്ക് KSRTC ബസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. പൂമാലയൊക്കെ ഇട്ട് അലങ്കരിച്ചുകൊണ്ടാണ് KSRTC ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. സർവീസ് ഉദ്ഘാടനം ചെയ്യണം. ഉദ്ഘാടന മഹാമഹം അല്ല വിനീത, അല്ലല്ല. അതായത് കോഴഞ്ചേരി പഴയ ബസ് സ്റ്റാൻഡ്, അതായത് അപ്രോച്ച് റോഡിൽ KSRTC ബസ് നിർത്തിയിരിക്കുന്നു. പക്ഷെ പാലം വഴിയല്ല ഈ ബസ് പോകുന്നത്. പാലത്തിന് നേരെ എതിർവശത്തേക്കാണ് ബസ് തിരിച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ അപ്രോച്ച് റോഡിൽ നിന്നും ഉളനാട് ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം ഫാസ്റ്റ് പാസഞ്ചർ, അങ്ങനെയാണ് ബസ്സിന്റെ ബോർഡ് വെച്ചിരിക്കുന്നത്. അപ്പോൾ പുതിയൊരു സർവീസ് KSRTC ബസ് ഇന്ന് നിശ്ചയിച്ചിരുന്നതാണോ അതോ ഇപ്പോൾ പെട്ടെന്ന് ഉദ്ഘാടനം തീരുമാനിച്ചതാണോ? അല്ല, ഇന്ന് പലയിടങ്ങളിലും, അതായത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അറിയിച്ചിരിക്കുന്നത് മന്ത്രി വീണ ജോർജിന്റെ റോഡ് ഷോയും അല്പസമയത്തിനകം ആരംഭിക്കും. അപ്പോൾ ആ റോഡ് ഷോ കടന്നു പോകുന്ന വഴികളിൽ പല ഉദ്ഘാടനങ്ങളും നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും മന്ത്രി തുറന്ന വാഹനത്തിൽ കയറി പോകുന്ന ഇടങ്ങളിൽ ഉദ്ഘാടന വേദികളുണ്ട്. അവിടെ നിർത്തിയായിരിക്കും ഉദ്ഘാടന ചടങ്ങുകൾ നടത്തുക എന്ന് നേരത്തെ അറിയിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ പുതിയ KSRTC സർവീസ് പത്തനംതിട്ട കോഴഞ്ചേരിയിൽ നിന്നും ആരംഭിക്കുന്നു. അതിന്റെ ഉദ്ഘാടനം ഇപ്പോൾ നിർവഹിക്കുന്നു. അല്പസമയത്തിനകം ഈ കോഴഞ്ചേരി സമാന്തര പാലത്തിന്റെ അപ്രോച്ച് റോഡിന്റെ ഉദ്ഘാടനം കൂടി മന്ത്രി